ഹായ് ഹലോ, ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാട്ടോ. അതായത് ഇഫ്താർ മീറ്റപ്പാണ്. ബഹ്റൈനിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഡേയും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. കഴിയുന്ന പോലെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിന് എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ ഇന്നത്തെ ദിവസം. ഇതാ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഫുഡൊക്കെ കുക്ക് ചെയ്ത് പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. നോമ്പ് തുറക്കാനുള്ള പ്ലാനിങ്ങിലാട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് അനീസ് ചേച്ചിക്ക് ഇക്കയ്ക്ക് തന്നെയാട്ടോ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്ന. അവരാണ് ഫുഡൊക്കെ മെയിനായിട്ട് കുക്ക് ചെയ്തതും ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഇതാ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ നോമ്പ് തുറ ഉള്ളത്. ഇവിടെ ഞങ്ങൾ മാത്രമല്ല, ഒത്തിരി ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ട്. ഒന്നാമത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയൊരു സ്പേസ് ഇതാ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നോമ്പ് തുറക്കാൻ ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പം അതിൻ്റെ മുന്നേ ഫുഡൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ കനോൺ ഫയർ. ഇത് കാണാനാണ് ഇവിടെ ഇത്ര ആൾക്കാർ ഇവിടെ വന്നുകൂടിയത് കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുന്ന് നോമ്പ് തുറക്കും ചെയ്യാമല്ലോ. അപ്പം ആ ഒരു സെറ്റപ്പിലാണ് എല്ലാവരും വരുന്നത്. ഇനി അടുത്ത് നോമ്പ് തുറയാണല്ലോ. അപ്പം അതാ ഞങ്ങൾ ഓടിപ്പോവാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഓൾറെഡി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഈ വർഷത്തെ ഞങ്ങളുടെ നോമ്പ് തുറ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. വെള്ളമൊക്കെ കുടിച്ചു, അതേപോലെ സ്നാക്സൊക്കെ കഴിച്ചു. ഭയങ്കര ഹാപ്പി ഫീലായിരുന്നു കേട്ടോ. എവിടെ പോലും നമ്മൾ ഒറ്റയ്ക്കില്ല എന്ന് പറയുന്നത് ഇതുപോലുള്ള കുറച്ച് ഫാമിലീസ് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോഴാട്ടോ ഭയങ്കര ഹാപ്പി ഫീല് തന്നെയായിരുന്നു. പിന്നെ ഇതാ കപ്പയും ബീഫും പത്തിരിയും ചിക്കൻ കറിയും ബിരിയാണിയും അങ്ങനെ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഈ നോമ്പ് തുറ. ഐ എം സോ ഹാപ്പി. കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇവരാട്ടോ. ഇവരിതാ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ട്.